വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഞാനിവിടെ വരാൻ അല്പം ലേറ്റായി പോയതുകൊണ്ട് മുൻപ് പ്രസംഗിച്ചവരുടെ പ്രസംഗം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. എന്നാലും ഞാൻ 10 മിനിറ്റ് കൊണ്ട് എൻ്റെ ചില കാഴ്ചപ്പാടുകൾ ഞാനിവിടെ സൂചിപ്പിക്കും. അത് നമ്മുടെ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് നടന്നിട്ടുള്ള ഈ സംഭവത്തിനോട് ചേർത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ശരിയാക്കി. ഇവിടെ വേണുവിൻ്റെ മരണം, വേണുവിൻ്റെ ഒരു പാവപ്പെട്ട ഓട്ടോറിക്ഷ ഡ്രൈവർ നമുക്ക് ചികിത്സ കിട്ടാതെ എന്ന് ആരോപിക്കുന്ന ആ ഒരു സംഭവം, അദ്ദേഹത്തിൻ്റെ മരണം വളരെ നമുക്കൊക്കെ ഇവിടെ വിഷമമുണ്ടാകുന്നതാണ്. നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ സ്ഥാപനത്തിൽ അത് സംഭവിച്ചതിൽ എനിക്ക് അങ്ങേറ്റ വിഷമമുണ്ട്. അപ്പോൾ ആ സംഭവം നമുക്ക് അത് അനലൈസ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ കാര്യം, ഞാൻ അദ്ദേഹത്തിന് കുറ്റപ്പെടുത്തുകയല്ല. അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി ഞാൻ അറിഞ്ഞിടത്തോളം അദ്ദേഹം 50 വയസ്സ് ആയപ്പോൾ തന്നെ അദ്ദേഹത്തിന് നിരവധി ജീവിതശൈലി രോഗങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നത്. ഡയബറ്റീസ് ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്. ഡയബറ്റീസ് കിഡ്നി ഫെയിലറിലേക്ക് പോയി എന്നുള്ള സ്റ്റേജ് വരെ എത്തിയത്. കിഡ്നി ഫെയിലറിലേക്ക് എത്തിയ ആ അതായത് ഡയബറ്റീസ് സാധാരണ തുടങ്ങി കഴിഞ്ഞാൽ 15 മുതൽ 20 വർഷം വരെ എടുക്കുന്നു അതിൻ്റെ കിഡ്നികൾക്ക് ബാധിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് ഈ പ്രായത്തിൽ തന്നെ അത് വന്നു എന്ന് പറഞ്ഞാൽ തന്നെ ഈ ഡയബറ്റീസ് നമ്മൾ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലൻ അസുഖമാണ് ഡയബറ്റീസ്. നമ്മുടെ ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ ഒരു 50 വയസ്സ് ഒക്കെ അടുപ്പിച്ചിട്ടുള്ളവരെ ഒരു 30% പേരെങ്കിലും ഒരുപക്ഷെ അതിൽ കൂടുതൽ ഡയബറ്റീസ് രോഗങ്ങളായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം, ഇതുപോലത്തെ ജീവിതശൈലി രോഗങ്ങളെ നമ്മൾ ശരിയായ രീതിയിൽ അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ശരിയായ രീതിയിൽ കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി വരേണ്ടതാണ്. ഡയബറ്റീസ് ആണ് ഞാൻ കണ്ടെടുത്തോളം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അസുഖം. എൻ്റെ മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഞാൻ കാണുന്ന രോഗികളിൽ, ഓപ്പറേഷൻ ചെയ്യുന്ന രോഗികളിൽ പകുതി കൂടുതലും ഡയബറ്റീസുകാരാണ്. വരുന്ന കിഡ്നി ഫെയിലറിൽ വലിയൊരു വിഭാഗം 60-70% വരെയും ഡയബറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമുക്ക് സമൂഹത്തിൽ തന്നെ അതിൻ്റെ അവയർനെസ് വളരെ കുറവാണ്. ഡയബറ്റീസ് തുടങ്ങുന്ന കാലത്ത് നമ്മളത് നന്നായി നോക്കാതെ പിന്നീട് അത് കോംപ്ലിക്കേഷൻ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ കാണിച്ചാൽ അതിന് പിന്നെ പരിമിതിയാണ്. അപ്പോൾ അത് നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഈ ഡയബറ്റീസ്. അത് ശരിയായ രീതിയിൽ അത് കുട്ടികളുടെ സിലബസിൽ ഉൾപ്പെടുത്തി തന്നെ ഡയബറ്റീസിൻ്റെയൊക്കെ ആ ഒരു സിവിയറിറ്റി നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാലേ അത്, കാരണം വരുന്ന രോഗികൾ പലരോടും നമുക്ക് സംസാരിക്കുമ്പോൾ അറിയാം അവർക്ക് ഡയബറ്റീസിനെ പറ്റി കാര്യമായിട്ട് ഒന്നും അറിയില്ല, ആരും അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. അപ്പോൾ അത് നമുക്കൊരു ബോധവൽക്കരണം ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രശ്നങ്ങൾ, അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം കൊല്ലം പല്ലന എന്ന സ്ഥലത്തുനിന്ന് അദ്ദേഹം ഇങ്ങ് വരെ വരേണ്ടി വന്നു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് കൊല്ലം മെഡിക്കൽ കോളേജുണ്ട്, കൊല്ലം ജില്ലാ ആശുപത്രിയുണ്ട്, കരുനാഗപ്പള്ളി ഹോസ്പിറ്റലുണ്ട്. എവിടെയെങ്കിലും പല ആശുപത്രികൾ താണ്ടിയാണ് അദ്ദേഹത്തിന് ഇവിടം വരെ വരേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പം ഈ നാടൊട്ടുക്ക് മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നു എന്ന് പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമുക്ക് വേണ്ടുന്നത് ഏറ്റവും ടെർഷ്യറി കെയർ, അതായത് ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി ലെവലിലുള്ള ടെർഷ്യറി കെയർ സെൻ്ററുകളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുപോലുള്ള സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി തന്നെ ആണ് ഇത്തരം ഹോസ്പിറ്റലുകൾ തുടങ്ങേണ്ടത്. അപ്പം മെഡിക്കൽ കോളേജ് തന്നെ വേണമെന്നില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യങ്ങൾ തുടങ്ങുന്നതായിരിക്കും കൂടുതൽ എളുപ്പമുണ്ടായത്. കാരണം മെഡിക്കൽ കോളേജ് അതൊരു കാലത്തുണ്ടായൊരു തെറ്റായ ചിന്തയാണ്. അത് ഞങ്ങൾ മെഡിക്കൽ രംഗത്തുള്ള എല്ലാവരും സംഘടനകളും വളരെ ശക്തമായി താക്കീത് നൽകിയതാണ്. ഈ മെഡിക്കൽ കോളേജുകൾ ധാരാളം തുടങ്ങുന്നതിൻ്റെ കാര്യമില്ല. മെഡിക്കൽ കോളേജുകൾ നമ്മളിപ്പം പലയിടത്ത് തുടങ്ങുമ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ തന്നെ ഏതാണ്ട് 500 കോടി രൂപയെ അടുപ്പിച്ച് ചിലവായി എന്നാണ് എനിക്ക് കിട്ടിയൊരു കണക്ക്. അപ്പം എന്നിട്ടും അവിടെ ചികിത്സയ്ക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണ്. കാരണം അത് ടീച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, ഹോസ്റ്റലുകൾ ഉണ്ടാക്കുക, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുക, പ്രീ ക്ലിനിക്കലിലുള്ള രോഗികളുമായിട്ട് ബന്ധം ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റുകൾ ബന്ധം ശക്തിപ്പെടുത്താൻ പണം നിക്ഷേപിക്കുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കടന്നു വന്നെങ്കിൽ ഒരു മെഡിക്കൽ കോളേജായി മാറുള്ളൂ. അപ്പം അതിൽ ആദ്യത്തെ ഫേസിലൊന്നും രോഗികൾക്ക് അതുകൊണ്ട് ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. പിന്നീടാണ് അത് ഇമ്പ്രൂവ് ആയി വരുന്നത്. അപ്പം അതിലൊരുപാട് ദീർഘനാളെടുക്കും. തൃശ്ശൂർ മെഡിക്കൽ കോളേജ് തുടങ്ങിയത് 30 വർഷം കഴിഞ്ഞപ്പോഴാണ് അതിനൊരു ചെറിയ രൂപം കിട്ടിയത്. അതുവരെ അത് അവസ്ഥയിലായിരുന്നു ആ മെഡിക്കൽ കോളേജ്. സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളില്ലാത്ത ഒരു മെഡിക്കൽ കോളേജായിരുന്നു തൃശ്ശൂർ ഒരു കാലത്ത്.
അപ്പം അത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് അതൊരു ശരിയായ രൂപത്തിലെത്തുന്നത്. അപ്പോൾ ഇപ്പം നമുക്ക് അടിയന്തരമായിട്ടുള്ള ആവശ്യം നിലവിലുള്ള സംവിധാനങ്ങൾ പെട്ടെന്ന് ശക്തിപ്പെടുത്തുക. പുതിയ കോളേജുകൾ തുടങ്ങുന്നതിനേക്കാളും നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾ ശക്തിപ്പെടുത്തുക. ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആലപ്പുഴ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് വളരെ പരിമിതികളുണ്ട്. രോഗികളുടെ ബാഹുല്യം. അപ്പോൾ ഈ സംഭവത്തിൽ വേണുവിനെ കൊണ്ടുവന്നപ്പോൾ വേണുവിനെ തറയിലാണ് കിടത്തിയിരുന്നത്. നമുക്കറിയാം അവിടെ 1-ാം വാർഡ് 2-ാം വാർഡ് 28-ാം വാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സംസ്കാരത്തിലുള്ള ആർക്കും അവിടെ പോകാൻ പറ്റത്തില്ല. അത്രയും ഒരു രോഗിയെ എങ്ങനെയാണ്, ഒരു രോഗത്തിലുള്ള ഒരാളിനെ എങ്ങനെയാണ് തറയിൽ കിടത്തി ചികിത്സിക്കാൻ പറ്റുക? അപ്പം അത് ഞാൻ MBBS ചെയ്തത് ഈ മെഡിക്കൽ കോളേജിലാണ് 1986. ആ കാലഘട്ടത്തിൽ രോഗികൾ ഇത്രയും തറയിൽ കിടക്കില്ലായിരുന്നു. കുറെ കൂടെ എണ്ണം പേഷ്യൻസ് കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ഇത്തരം ഈ പ്രാകൃതമായിട്ടുള്ള ഈ നിലവാരം, ഈ രോഗികളെ തറയിൽ കിടത്തി ചികിത്സിക്കുക, ശ്വാസമുട്ടയും ക്യാൻസർ ബാധിച്ചും അത്യാസന്ന നിലയിൽ വരുന്ന രോഗികളെ തറയിൽ കിടത്തി ചികിത്സിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അത് ഒരു ആധുനിക സംസ്കാരവുമായിട്ട് ചേർന്ന് പോകാം? അതൊരിക്കലും നമുക്കത് പറയാൻ പറ്റില്ല. ഞാനൊരു സംഭവം ഒരു കാലത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് എനിക്ക് കുറച്ച് വിഷമതകൾ നേരിടേണ്ടി വന്നു. അന്ന് നമ്മുടെ സമൂഹവും നമ്മുടെ മാധ്യമങ്ങളും ഒക്കെ എന്നോടൊപ്പം നിന്നു. അത് എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് ആ കാര്യത്തിൽ. എന്നെ വളരെ ഞാൻ തെറ്റായിരുന്നില്ല ചെയ്തിരുന്നത്. അത് ആ ന്യൂനത ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ആരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമല്ല. കാരണം ഇത് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയോ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയത്തിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്ത കാര്യമൊന്നുമല്ല. അവര് ആരോഗ്യവകുപ്പ് മന്ത്രി മാഡം വളരെ ശക്തമായിട്ട് ഈ രംഗത്തുള്ളതാണ്. അപ്പം മാഡം നമുക്കറിയാമല്ലോ, നമുക്കിപ്പം കായ്ഫലമുള്ള മരങ്ങളിലെ നമ്മൾ കല്ലെറിയാറുള്ളൂ. അപ്പം അവരൊക്കെ അത്രയും കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മളൊരു നമ്മളൊരു ആരോപണം പറഞ്ഞാലും ശ്രദ്ധിക്കപ്പെടും എന്ന് ഉള്ളത് കൊണ്ടാണ് നമ്മളങ്ങനെ ഞാൻ സൂചിപ്പിച്ചത്. പക്ഷെ അത് വേറെ രീതിയിൽ അത് പോയി എന്നുള്ളതാണ്. പക്ഷെ അത് എന്തായാലും അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ടായി. പൊതുവെ ഈ കാര്യത്തിൽ ഒരു ഉണർവും ഒരു ഊർജ്ജസ്വലതയും അതിനകത്ത് പ്രകടമായിട്ടുണ്ട്. ആ സംഭവത്തിന് ശേഷം മെഡിക്കൽ കോളേജുകൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ഇപ്പം പുറത്ത് കാര്യങ്ങൾക്ക് മനസ്സിലായി. ഇപ്പോൾ ഈ കാർഡിയോളജിയിൽ വേണു വന്ന് കാർഡിയോളജി നമ്മൾ എന്താണ് ഡോക്ടറെ കുറ്റം പറയാം? ഡോക്ടർ മാത്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യപൂർവങ്ങളായിട്ടുള്ള കാർഡിയോളജി പ്രൊസീജിയറുകളൊക്കെ ചെയ്ത് ലോകത്തെമ്പാടും പേരുള്ള ഒരു മനുഷ്യനാണ് മാത്യുവിൻ്റെ ഒരു ദിവസത്തെ OP എന്ന് പറഞ്ഞാൽ 9,000 വരെ OP ആണ് ഒരു ദിവസം നോക്കി പോകുന്നത്. അവരെ വെറും 9 ഡോക്ടർമാരാണ് 4 യൂണിറ്റ് റൺ ചെയ്യുന്നത്. ഒരു ദിവസം 1000 പേഷ്യൻസിനെ നോക്കണമെന്നൊക്കെ, കൂടാതെ എമർജൻസി, കൂടാതെ മറ്റു ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഹാർട്ടിന്റെ ഒരു പ്രതിരോധം, ഇങ്ങനെ ഇത്രയും വിപുലമായൊരു രോഗിയിലെ ഒരു വിശാലമായിട്ട് രോഗികളുടെ എണ്ണമാണ് ആ മെഡിക്കൽ കോളേജിൽ ഉള്ളത്. അപ്പൊ അത്രയും പേരെ നമ്മൾ കാറ്റർ ചെയ്യാനുള്ള സംവിധാനം അവിടെ ഇല്ല. അപ്പൊ ഞാൻ ഒറ്റ കാര്യം സൂചിപ്പിക്കാനാണ്, നമ്മളിങ്ങനെ പരത്തി ഈ കാര്യങ്ങൾ ഇങ്ങനെ അനാർഭാടും ഇത് ചെയ്യുന്നതിന് പകരം നമ്മൾ ഓരോ നിലവിലുള്ള ഇന്നത്തെ മെഡിക്കൽ കോളേജുകൾ കുറഞ്ഞപക്ഷം തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോട് അങ്ങനെ കുറച്ച് മെഡിക്കൽ കോളേജെങ്കിലും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയൊക്കെ നിലവാരത്തിൽ കൊണ്ടുവന്ന് ശക്തമായിട്ടുള്ള ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ അങ്ങനെ ഹൈ എൻഡ് ട്രീറ്റ്മെന്റ് വരെ നമുക്ക് അവിടെ ലഭിക്കുന്ന രീതിയിൽ. ഇപ്പം സൂപ്പർ സ്പെഷ്യാലിറ്റി നല്ല ചികിത്സ വേണമെങ്കിൽ പൊതുവെ ജനങ്ങൾക്ക് പ്രൈവറ്റ് ആശുപത്രി പോകേണ്ട ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ റോബോട്ടിക് സർജറി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലില്ല, നമുക്ക് വേറെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലില്ല. അപ്പോൾ അവർക്ക് വേറെ പുറത്ത് പോയി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ ഹൈ എൻഡ് ട്രീറ്റ്മെന്റുകൾക്ക് ജനങ്ങളെ പുറത്തു പോയി ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ്. അത് ഈ നോട്ടീസിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മളത് ഈ പ്രൈവറ്റ് ആശുപത്രികളെ കുറ്റം പറയുകയല്ല, ഈ പ്രൈവറ്റ് ആശുപത്രികൾ സാവധാനം അന്താരാഷ്ട്ര കുത്തകകളുടെ കയ്യിലേക്ക് പോകുന്നു. അവർക്ക് ആവശ്യം പണം മാത്രമാണ്, അല്ലാതെ അവർക്ക് ഇവിടെ ചികിത്സ മെച്ചപ്പെടുത്തണം എന്നുള്ളതല്ല. അവർ പണം എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇതിലൊരു ചൂഷണത്തിന്റെ എന്തായാലും ഒരു കാര്യം അതിൽ കടന്നു വരും. നമ്മുടെ ജനങ്ങൾക്ക് ചൂഷണത്തിന് വിധേയരാകേണ്ടി വരും. അപ്പോൾ ഇതിനെ ബദലാക്കി സർക്കാർ സംവിധാനങ്ങൾ ശക്തിപ്പെടുന്നു. നമുക്ക് പൊതുമേഖലയിൽ ഇതേ സൗകര്യങ്ങൾ അതേ തോതിൽ അതേ അളവിൽ നമ്മളും
സൃഷ്ടിച്ചെടുക്കുക. അതോടുകൂടി മാത്രമേ നമുക്ക് ഇത്തരം കുത്തകകളിൽ നിന്ന് നമുക്ക് ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയൂ.